വെൽക്കം ബാക്ക് ടു നിവേദിത് മാധവ്. പുതിയൊരു മൂവി റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ മൂവി റിവ്യൂ ചെയ്തിൽ എന്തായാലും എനിക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾ ഈ മൂവി എന്തായാലും കണ്ടിരിക്കണം. എന്നാൽ ഇത് പ്രോപ്പർ ഈ മൂവി എക്സ്പീരിയൻസ് ചെയ്യാത്ത ഈ എക്സ്പീരിയൻസ് ചെയ്ത് വൻ നഷ്ടമാണ് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ. അത്രയ്ക്കും ഇത് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പക്ഷേ കുറച്ച് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഇതാണ്. സംഭവം എന്ന് പറഞ്ഞാല് എനിക്ക് ഞാൻ പറയാം. ഫസ്റ്റ് IMDb റേറ്റിംഗ് 7.3 ഔട്ട് ഓഫ് 10. എനിക്കിപ്പോ ഒരു ഇതില് 8, 9, 10 അങ്ങനെയൊക്കെ കൊടുക്കാനാണ് തോന്നുന്നത്. അത്രയ്ക്ക് അടിപൊളി. ഇതിൽ ഔട്ട് ഓഫ് 3K 3000-ലാണ് 7.3 ഔട്ട് ഓഫ് 10 നൽകിയത്. ഓക്കെ, ഇതിന് തിയേറ്റർ റിലീസ് എപ്പോഴായിരുന്നു അറിയില്ല. നോക്കട്ടെ, തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നോന്ന് അറിയില്ല. ഇത് എനിക്ക് തോന്നുന്നില്ല തിയേറ്റർ റിലീസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല. ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെയാണ് റിലീസ് ഉണ്ടായിരുന്നെ. ഓക്കെ, മാർച്ച് 6 തിയേറ്ററിക്കൽ റിലീസ് ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു ഗൈസ്. ആ സമയത്ത് അത് പോയി കണ്ടിട്ടുണ്ടായിരുന്നു. പൊളിയായനെ സത്യം പറയാലോ. ഞാനിപ്പോ ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ആയപ്പോഴാണ് കണ്ടത്. പറയാലോ, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വച്ച് പൊളിയ സാധനമാണ്. നമ്മൾ എനിക്കറിയില്ല തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ തിയേറ്ററിൽ തന്നെ ഇറങ്ങാൻ പറ്റുമത്. അങ്ങനത്തെ ഒരു സീനാണ്, മൂവിയാണ്. അടിപൊളി സിനിമ കേട്ടോ, അടിപൊളി സിനിമ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു മൂവി, എനിക്കറിയില്ല ഇങ്ങനത്തെ ഒരു മൂവി ഇൻട്രസ്റ്റ്രില്ലറൊക്കെ ഉണ്ട്. പക്ഷെ അതുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ സംഭവം വെച്ചാൽ ടൈമിന്റെ കേസാണ്. ടൈം ട്രാവൽ അങ്ങനെയൊക്കെ പറയാം. ടൈം ട്രാവല് ലൂപ്പിൽ കിടന്നൊരു കളിയാണ്. ചില ഫോറസ്റ്റിൽ പോയിട്ട് ഒരു കാട്ടിൽ പോവും, അവിടെ ഒരു ലൂപ്പ്. നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മക്കെന്നെ ഒരു ഇതാവും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് സാധനം നടക്കും. അവിടെ പോയി പെട്ട് കഴിയുക, അങ്ങനത്തെ ഒരു സംഭവമാണ്. നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ഫുള്ളായിട്ടൊന്നും പറയുന്നില്ല. ഇത് കണ്ടു നോക്ക്. ഞാൻ ഉറപ്പായിട്ട് പറയുന്നത് കണ്ടു നോക്ക്. അടിപൊളി സിനിമയാണ്. ഓക്കെ, ഇത് എന്തായാലും നിങ്ങൾ കണ്ടു നോക്കണം. കാണേണ്ട ഒരു സിനിമയാണ്, അത് ഞാൻ പറയും. പിന്നെ ഡയറക്ടർ ജിത്തു സതീശൻ മംഗളാത്ത്. ഓക്കെ, റൈറ്റർ അതന്നെ, സെയിം ജിത്തു സതീശൻ തന്നെ. സ്റ്റാർസ് നീരു കൃഷ്ണ, അസ്കർ അലി. അസ്കർ അലിയാണ് മെയിൻ ആക്ടർ കേട്ടോ. മറ്റേ ആസിഫ് അലിന്റെ അനിയനാണ്. ഓക്കെ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി എല്ലാരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങളിത് കാണേണ്ട ഒരു സിനിമയാണ്, ആ പറയുന്നു. സീൻ എന്ന് പറഞ്ഞാൽ അടിപൊളി സിനിമ. നിങ്ങള് ഇത് കണ്ടു കഴിഞ്ഞ് നിങ്ങളെന്നെ ഇത് ഭയങ്കര ഇതില് പെട്ടു. നമ്മളെന്നെ അവിടെ പെട്ടുപോയ ഇതിലാവും. എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്നതെന്ന് തന്നെ നമ്മൾ ചിന്തിക്കൂ. അങ്ങനത്തെ ഒരു ഇത് തിയേറ്ററിൽ കണ്ടിട്ട് എന്താവും അറിയില്ല. സംഭവം അടിപൊളിയായിരുന്നു. ഇത് കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. എനിക്കിപ്പോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് വെച്ചാൽ അടിപൊളി സിനിമ. നിങ്ങൾ എന്തായാലും മസ്റ്റ് വാച്ച് ഫിലിമാണ്. ഓക്കെ, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ റിവ്യൂ കമന്റ് ബോക്സിൽ പറയാം. നിങ്ങൾ എന്തായാലും ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്. സോ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ്. നല്ലൊരു പടമാണ്. ത്രില്ലർ ബേസ് ആയിട്ടും കുറച്ച് സീനാണ്. മലയാളത്തിൽ എനിക്കറിയില്ല, മലയാളത്തിൽ ഇങ്ങനത്തെ മൂവി മുന്നേ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. ഉണ്ടാവും. എനിക്കിപ്പോ കണ്ട് ഓർമ്മയില്ല. പക്ഷെ ഇപ്പൊ ഈ അടുത്ത് ഇറങ്ങിയ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു മൂവി കുറെ കാലത്തിന് ശരിയായി. ഇങ്ങനത്തെ ഒരു മൂവി നമ്മള് ശരിക്കും പറഞ്ഞ മൂവി എന്നൊക്കെ പറഞ്ഞാൽ
ഇതാണ് ഇങ്ങനത്തെ ഒരു മൂവി. ത്രില്ലർ പടം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സീരിയസ് പടമാണ്. ഓക്കെ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, എല്ലാവരും കണ്ടു നോക്കിയാലേ നിങ്ങൾക്ക് മൂവീസൊക്കെ നല്ല രീതിക്ക് ഇഷ്ടപ്പെടുക വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണം. എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ലൈക്ക് മൂവീസൊക്കെ എല്ലാ മൂവീസും ഇരുന്ന് കാണുന്ന അത്യാവശ്യം മൂവീസൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഇഷ്ടപ്പെടാൻ ചാൻസ്, ഇഷ്ടപ്പെടല്ല, കണ്ടു നോക്കിയിട്ട് അതിൻ്റെ ഒരു ഇത് പറയാം. ഓക്കെ, സെറ്റായിരിക്കും, ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു ഇത്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട്, അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ സോ ഗൈസ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ മൂവി റിവ്യൂസ് ഒക്കെ ആയിട്ട് വരാം. ഓക്കെ, ബൈ ഗൈസ്.